ഇന്നത്തെ റെസിപ്പി എല്ലാവരുടെയും ഫേവറേറ്റ് ആണോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എൻ്റെ ഫേവറേറ്റാണ്. സാമ്പാർ. ആദ്യം നമുക്ക് പരിപ്പ് വേവിക്കാൻ വെക്കാം. ഇത്രയും പച്ചക്കറികളാണ് ഞാൻ ഇന്ന് സാമ്പാർ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. പച്ചക്കറികൾ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഈ വലുപ്പത്തിനാകട്ടോ ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത്. നമ്മുടെ പരിപ്പ് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഈ ചട്ടിയിലേക്ക് പച്ചക്കറികളെല്ലാം അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് സാമ്പാർ പൗഡറും ഇവയെല്ലാം ചേർത്ത് കൊടുത്ത് അതിനാവശ്യമായ വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്ത് അടച്ച് വെച്ച് കഷ്ണങ്ങളെല്ലാം നമുക്ക് വേവിച്ചെടുക്കാം. ഞാൻ വിട്ടുപോയി സവാള കേട്ടോ, അതും കൂടെ ചേർത്ത് കൊടുക്കണം ഇതിൻ്റെ ഇടയ്ക്ക്. പിന്നെ നമുക്ക് കുറച്ച് പുളിയും വേണം. ഇനി നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഏകദേശം കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം വെന്തിട്ടുണ്ടോ ഇല്ലയോ എന്ന്. സാമ്പാറിനുള്ള കഷ്ണങ്ങളെല്ലാം ഇവിടെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി സാമ്പാറിൻ്റെ രുചി നിർണ്ണയിക്കുന്ന ഫൈനൽ സ്റ്റെപ്പ്, നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാം. അതിന് ഒരു കഷ്ണം ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 2-3 പച്ചമുളക്, കുറച്ച് സാമ്പാർ പൊടി, മല്ലിപ്പൊടി ഓപ്ഷണലാണ് കേട്ടോ, പക്ഷേ എനിക്കിഷ്ടം, നല്ല ടേസ്റ്റും ഉണ്ട്, അതുകൊണ്ട് അതും നമുക്ക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില, പിന്നെ നമ്മുടെ തക്കാളി, പിന്നെ വെണ്ടയ്ക്ക ചേർക്കേണ്ടവർക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്ന കേട്ടോ. ഇനി ഈ പുളിവെള്ളം നമുക്ക് ആ വഴറ്റി വന്നിരിക്കുന്ന അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതാണ് നമ്മുടെ മെയിൻ കൂട്ട് സാമ്പാറിൻ്റെ. ഇനി നമുക്ക് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കഷ്ണത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. ഇപ്പം നമ്മുടെ സ്വാദിഷ്ടമായ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.